മോശം പടം. കൊള്ളാം കൊള്ളാം. വൺ ടൈം വാച്ചബിൾ, ആവറേജ് ഉള്ളൂ. മീൻസ് ആവറേജ്, ജസ്റ്റ് ആവറേജ് അത്രേ ഉള്ളൂ. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. കൊള്ളാം കൊള്ളാം, നല്ല പടം, നല്ല പടം. നല്ല പടം. പടം പൊളിച്ചു. സൂപ്പറുണ്ട്, സൂപ്പറുണ്ട്. ആവറേജ്. അടിപൊളി. ടോവിനോ നന്നായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല പോയി, നല്ല കൊള്ളാം. അടിപൊളിയാണ്, സൂപ്പറാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല. നൈസ് മൂവി, അടിപൊളി. നല്ല പടമാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ല പടം. അടിപൊളി, കിട്ടുന്ന പടം. നല്ല പടം, നല്ല പടം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും നന്നായിരുന്നു. ലാൽ ജൂനിയർ അഭിനയിക്കുന്നത് നല്ലായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കുക. നല്ല പടം വരുന്നതാണ്. ടോവിനോ നല്ല ഇതായിരുന്നു, ചന്തുവിന് നല്ല റോളായിരുന്നു. നല്ല പടമായിരുന്നു ഓവറോൾ. അടിപൊളി, പൊളിച്ചു. പടം നല്ല പടമായിരുന്നു. സൗബിൻ എനിക്ക് ഇതിനു മുന്നുള്ള പടങ്ങൾ എന്റർടൈൻ ചെയ്തിട്ടുണ്ട്, ബോറടിക്കില്ല. പക്ഷെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അങ്ങനെ തോന്നിയില്ല. നല്ല പടം. മേക്കിംഗ് നല്ലതാ, സൗണ്ട് നല്ലതാ, അതെല്ലാം നന്നായിട്ടുണ്ട്. എല്ലാം നല്ല. ടോവിനോ നന്നായിട്ടുണ്ട്. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നെല്ലാം ടോവിനോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്റർടൈനറാണ്, യാതൊരു ലാഗും ഇല്ല. ടോണിന് ശരിക്കുള്ള ടോണ് തന്നെ കാണിക്കുന്നത്, പേഴ്സണലിയുള്ള ടോണിനെ കാണിക്കുന്നത്. പിന്നെ ഇത് മോർ കാണിക്കുന്ന മെത്തേഡ് ആക്ടിങ് ആണ്. മെത്തേഡ് മേക്കിംഗ് നല്ലതാണ്, അതല്ല ഒരു ലാഗും ഇല്ല. പിന്നെ സിനിമയ്ക്കുള്ള സിനിമ എപ്പോഴും കുറച്ച് വിമർശനമാണ്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സൗബനായാലും രഞ്ജിത്ത് ആണെങ്കിൽ എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഇപ്പോൾ ടോവിനോന്റെ പുതുപുത്തൻ എന്റർടൈൻമെന്റ് സിനിമയാണ് നടികർ എന്ന സിനിമ. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കർ എന്ന ആക്ഷൻ ഹീറോ കഥാപാത്രം ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമയ്ക്കുള്ള കഥ പറഞ്ഞ ഗംഭീര സിനിമയാണ്. ലാൽ ജൂനിയറിന്റെ ഗംഭീര ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് കാണേണ്ട ഒരു ഭാവന ടോവിനോ ചിത്രമാണ്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിങ്ങളെ വന്നുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അതറിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരാം.
സ്റ്റൈലൊക്കെ വന്ന് വേറെ ലെവലായിരുന്നു. ഇതിലും ടോവിനോയുടെ കൂടെ വന്ന അവർക്ക് സീനുണ്ടല്ലോ നല്ല രീതിയിൽ ക്ലിക്കായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇങ്ങനത്തെ ക്ലിപ്പ് വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ടൈപ്പ് ഡയലോഗ്? അല്ല, അത് നമുക്ക് ഡയറക്ടറും റൈറ്ററും സൂചിൻ ചേട്ടനും ജീൻ ചേട്ടനും കൂടെ അത് നമുക്ക് ഇത് ചെയ്തോ. അതിൽ എനിക്കൊരു പങ്കുമില്ല. അതിലെന്താ അതിലായ ഒരു സാധനം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും എല്ലാവരുടെയും ഡയറക്ടറും റൈറ്ററും പറഞ്ഞത് നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. നല്ല അഭിപ്രായം, നല്ലത്. എല്ലാവർക്കും നല്ല അഭിപ്രായം പറയുന്നു, അതിൽ ഭയങ്കര സന്തോഷം. ഏതാ അല്ല, അങ്ങനെ നമുക്ക് വരുന്ന പടങ്ങൾ അടുത്ത പടം വേറൊരു ടൈപ്പ് പടം ആയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? അല്ല, തല്ലുമാല പോലത്തെ സിനിമ അല്ലേ ഇത്? തല്ലുമാല കളർഫുൾ എന്റർടൈനർ ടൈപ്പ് പടമായിരുന്നു. അങ്ങനെ കളർഫുൾ ഭയങ്കര അടിച്ചുപൊളി പാട്ട് മറ്റു കുറച്ച് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അതല്ല, തല്ലുമാല പോലത്തെ പടമേ അല്ല ഇത്. ഇതൊരു ഇമോഷണൽ, ഒരു നടന്റെ ഒരു ഇമോഷണൽ ജേണിയാണ്. ഒരു ഇമോഷണൽ സിനിമയാണ് അതല്ലേ. തല്ലുമാലായിട്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത്. തല്ലുമാല പ്രതീക്ഷിച്ചാലും വരണ്ട, തല്ലുമാല അല്ലേ ഇത്. അടിപൊളിയായിരുന്നു, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. കോമഡി ഉണ്ട് അത്യാവശ്യം. പിന്നെ ടോവിനോയുടെ പെർഫോമൻസ് തകർത്തു. മേക്കിംഗ് എല്ലാം അടിപൊളി, പൊളിച്ചു. ഇല്ല, റിയൽ ലൈഫ് പേഴ്സൺ ആയിട്ട് എക്സാക്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല, പക്ഷെ കുറെ എലിമെന്റ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ലൈക്ക് ഹീസ് എ പേഴ്സൺ ഹു ക്യാരക്ടർ മീൻസ് ഹി വാണ്ട്സ് ടു ഷോ എ ലോട്ട് ഓഫ് ആളുടെ കയ്യിൽ കാശുണ്ട്, അത് കാണിക്കണം. അപ്പോൾ അത് കാണിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കോസ്റ്റ്യൂമിലും ആളുടെ കാർസും അതിലെല്ലാം കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. പിന്നെ അങ്ങനെ കാണിക്കാൻ വേണ്ടി കളേഴ്സ് ലൈക്ക് രൺവീർ സിംഗ് ആൻഡ് കരൺ ജോഹർ യൂസസ് ലോട്ട് ഓഫ് കളേഴ്സ്. പക്ഷെ എക്സാക്ട്ലി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കുറേ പ്രിന്റ് യൂസ് ചെയ്യും, ജ്വല്ലറി കുറേ യൂസ് ചെയ്യും. സോ അതായിരുന്നു എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ. ആ കുറേ എലമെന്റ്സ് ഇവിടെ അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് ആ ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ഉണ്ടാക്കിയത്. അത് ആർജിയും ഞാനും ഒരുമിച്ച് ഡിസൈഡ് ചെയ്താണ്. പിന്നെ ഒബ്വിയസ്ലി ജീൻ വാസ് ഓൾസോ ദെയർ. സോ വി വർ തിങ്കിങ് കളർ ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു അത് ചെയ്യുന്നത്. ജിപ്സി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു എന്താ പറയാ, ലൈക്ക് ഹീസ് എ കുറച്ച് സെമി ബോഹോ ടൈപ്പ് ആണെങ്കിലും ആൾക്ക് നെയിൽ പോളിഷ് ഇട്ടാലും കുഴപ്പമില്ല, ജ്വല്ലറി ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ജനറൽ ന്യൂട്രൽ ആണെങ്കിൽ പറയാം. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ ഭയങ്കര നാച്ചുറൽ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹി ലവ്സ് നേച്ചർ എ ലോട്ട്. ആർമിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരാളാണ്. ആ ഒരു ക്യാരക്ടർ ആണ് ആ കോസ്റ്റ്യൂം കൂടി ഞാൻ കൊണ്ടുവരാൻ നോക്കിയത്. ആരാ? ടൊവിനോ സെക്കൻഡ് ഹാഫിൽ മെയിൻ ഒരു സീക്വൻസ് അത് അതിന്റെ ഫൈൻഡിങ് എങ്ങനെയായിരുന്നു? അതിൻ്റെ ബേസിക്കലി അതൊരു ക്യാരക്ടറിൻ്റെ ആയിട്ട് കോസ്റ്റ്യൂമായിട്ടാണ് ഞാൻ അത് എടുത്തത്. സോ അത് ഒരു വിന്റർ സീനാണ്. അപ്പോൾ അതുകൊണ്ട് ടേർട്ടിൽ നെക്ക്, ഫുൾ സ്ലീവ്. പിന്നെ ആ മൂവിയുടെ കളർ പാലറ്റ് അതായിരുന്നു. അതുകൊണ്ട് ആ ഒരു കളറും അതായിരുന്നു അതിൻ്റെ. കുഴപ്പമില്ല, നല്ല മൂവിയാണ്, നൈസ് മൂവിയാണ്. നിങ്ങൾക്കൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ്. ഇമോഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻജോയ് ചെയ്യാം. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്. നൈസ് മൂവി.